ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 26, പേജ് നമ്പർ 560. അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. പദാനുപദം. സർവവൃക്ഷാണാം സർവവൃക്ഷങ്ങളിലും വെച്ച്, അശ്വത്ഥഃ അശ്വത്ഥവും, ദേവർഷീണാം ദേവർഷികളിൽ വെച്ച്, നാരദഃ ച നാരദനും, ഗന്ധർവാണാം ഗന്ധർവന്മാരിൽ വെച്ച്, ചിത്രരഥഃ ചിത്രരഥനും, സിദ്ധാനാം സിദ്ധന്മാരിൽ വെച്ച്, കപിലഃ മുനിഃ ച കപിലമുനിയും, അഹം അസ്മി ഞാനാകുന്നു. വിവർത്തനം. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും, ദേവർഷിമാരിൽ നാരദനും, ഗന്ധർവന്മാരിൽ ചിത്രരഥനും, യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. ഭാവാർത്ഥം. വൃക്ഷങ്ങളിൽ വച്ച് ഉയരവും സൗന്ദര്യവുമേറിയതാണ് അശ്വത്ഥം അഥവാ അരയാൽ മരം. എല്ലാ ദിവസവും രാവിലെ അതിനെ ആരാധിക്കുക എന്നത് ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ചടങ്ങാണ്. ദേവർഷിയായ നാരദനെയും ലോകത്തിലെ ഉത്തമ ഭക്തനെന്ന നിലയിൽ അവർ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം ഭക്തനെന്ന നിലയിൽ കൃഷ്ണന്റെ പ്രതിനിധിയാണ്. ദിവ്യഗായകന്മാരുടേതാണ് ഗന്ധർവലോകം. അവരിൽ ശ്രേഷ്ഠൻ ചിത്രരഥനും. പൂർണ്ണത നേടിയ ജീവാത്മാക്കളിൽ ദേവഹൂതി പുത്രനായ കപിലനാണ് കൃഷ്ണന്റെ പ്രതിനിധി. കൃഷ്ണന്റെ അവതാരമാണദ്ദേഹം. കപിലന്റെ സിദ്ധാന്തം ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് മറ്റൊരു കപിലനും പ്രസിദ്ധനായി തീർന്നു. നിരീശ്വരവാദിയായിരുന്നു അയാൾ. ഈ രണ്ടു പേരും വളരെ വ്യത്യസ്തരാണ്. ഹരേ കൃഷ്ണ.